ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷന്റെ കോട്ടയം ജില്ല നടത്തുന്ന ഉണർവ് പ്രോഗ്രാമിന്റെ 6ാമത്തെ സെഷനാണിന്ന്. ഇന്നത്തെ സെഷൻ റീപേരന്റിങ് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാം. കാരണം നമ്മൾ പേരന്റിങ്ങിന്റെ പല തലങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി മാറ്റങ്ങൾ വരുത്തണമെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീപേരന്റിങ് എന്ന് പറയുന്ന ആ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് സലീമ ജോസഫ് മാമാണ്. അവർ ടീച്ചറായിരുന്നു, ഒരു ലൈഫ് കോച്ചാണ്, അതിനേക്കാളൊക്കെ ഉപരി NLP ഗ്രാൻഡ് മാസ്റ്റർ ആ ഒരു പ്രാക്ടീഷണർ കൂടിയാണ്. അപ്പം അങ്ങനെ പല തലങ്ങളിൽ റീപാരന്റിങ്ങിന്റെ പല രീതികളുള്ള അറിവുകൾ, അവയർനെസ്സുകൾ എല്ലാം നമ്മളിലേക്ക് എത്തിക്കാൻ യോഗ്യയായ ഒരു വ്യക്തിയാണ്. കോട്ടയത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അതോടൊപ്പം നമ്മുടെ കോട്ടയത്തെ പ്രസിഡന്റ് ബാബു തോമസ് സാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പല അംഗങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റ് PCTA ജില്ലാ പ്രാതിനിധ്യവും ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. സോ ഇന്ന് ക്ലാസ് എടുക്കുന്ന സലീമ മാമിനെയും ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. സലീമ മാം, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് റീപേരന്റിങ്. എനിക്ക് തോന്നുന്ന പലപ്പോഴും നമ്മൾ പേരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ റീപേരന്റിങ് എന്നത് നമ്മൾ അധികം തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് കൂടെയാണ്. ഞാൻ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ബുക്ക് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഈ ബുക്ക് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാകാം, വായിച്ചിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം. കമ്പിളി കണ്ടത്തെ കൽഭരണികൾ കേട്ടിട്ടുണ്ടോ? അതെ, ഈ വർഷത്തെ ബെസ്റ്റ് സെല്ലർ ആണ്. എനിക്ക് ഓഗസ്റ്റിൽ ഈ ബുക്ക് ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഇത് 32ാം പതിപ്പാണ്. നവംബർ മാസം ആയപ്പോഴേക്കും 32ാം പതിപ്പായി. ഈ ബുക്കിന്റെ പ്രത്യേകത എന്തോ, രാജീവ് ഫിലിപ്പ് സാറിന് കുറച്ച് ഈ ബുക്കിനെ കുറിച്ച് ഏതാണ്ട് കുറച്ചെങ്കിലും അവയർനെസ് ഉണ്ടെന്ന് വായിച്ചു തോന്നുന്നു. അപ്പൊ സാറിന് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത് പറയാൻ സാധിക്കുമോ? കുറച്ച് പറയാം. ഇതിന്റെ എഴുതിയ ആള് ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ വന്നായിരുന്നു. നമ്മുടെ ഒരു ഡിജിറ്റൽ മീറ്റിങ്ങിൽ ഒരുമിച്ച് പുള്ളി അന്ന് അനുഭവം പങ്കെടുത്തു. ഈ ആഴ്ച പിന്നെയും പുള്ളി വരുന്നുണ്ട്. എനിക്ക് അധികമൊന്നും പറയാനില്ല, പക്ഷേ കുറച്ച് വായിച്ചതേ ഉള്ളൂ. അതായത് ഇടുക്കിയിലുള്ളതായിട്ടുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ വ്യക്തിയായിരുന്നു ഇതിൻ്റെ ഓതർ ബാബു എബ്രഹാം. പുള്ളി ജനിച്ചു വളർന്ന ഇടുക്കിയിലാണ്. അവിടെ തീരെ അധികം ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ ഫാദർ ചെറുപ്പത്തിലേ അവിടെ നിന്ന് പുള്ളി അവരെ വിട്ടുപോയി. അങ്ങനെ അമ്മ ഒറ്റയ്ക്ക് എന്നാണ് വളർത്തിയത്. അപ്പോൾ അവർ അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള എല്ലാ ദാരിദ്ര്യവും മാത്രമല്ല, സമൂഹത്തിലുണ്ടായിരുന്നതായിട്ടുള്ള ആ വലിയ അവഹേളനമൊക്കെ അതിനകത്ത് വളരെ വളരെ ഹൃദയസ്പർശിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഫ്രാൻസിലൊരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാർത്തമായിലെ ഒരു അച്ഛൻ റെക്കമെൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തെ എസ് ബി കോളേജിൽ അദ്ദേഹത്തിന് ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് അവസരം കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വളർന്നു വന്നത്. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ പാസ്സായിട്ട് അദ്ദേഹം ഫ്രാൻസിന് പോവുകയാണ്. ഫ്രാൻസിൽ ചെന്നിട്ട് അവിടെ നിന്ന് പുള്ളി ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്. ചെറിയ ചുറ്റുപാടിൽ നിന്നും എല്ലാവിധമായ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വലിയ ഉന്നത സ്ഥാനത്തെത്തിയ ഒരു വ്യക്തിയാണ് ബാബു എബ്രഹാം, ഇതിൻ്റെ ഓതർ. ഇതൊരു ആക്ച്വലി മെമ്മയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പുകളാണ്. ഇത്രയും ശക്തമായ ഓർമ്മക്കുറിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് എല്ലാ സാഹിത്യകാരന്മാരും പറയുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകം ചൂടപ്പം പോലെ വിറ്റഴിയുന്നത്. അത്രയധികം അതിന് ആകർഷണതയുണ്ട് പുസ്തകത്തിന്. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് സാർ. നല്ലൊരു വിശദീകരണം ഈ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നൽകി.
റീപാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ബുക്ക് ഇവിടെ കാണിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ ബുക്കിന്റെ ഓഥർ ബാബു എബ്രഹാം, അദ്ദേഹത്തെ പറ്റി രാജു ഫിലിപ്പ് സാറ് ഇപ്പോൾ പറഞ്ഞു. കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, അദ്ദേഹം ഈ ബുക്ക് എഴുതുമ്പോൾ ഏതാണ്ട് 50 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം ഫ്രാൻസിൽ ഒരു ലോകോത്തര യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. PhD ഉണ്ട്. അതുകൂടാതെ വിവിധങ്ങളായ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് PG ഡിഗ്രി ഉണ്ട്. പക്ഷേ നിങ്ങൾ പലരും ഒരുപക്ഷെ ഇദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ TV-ലൊക്കെ ധാരാളം പേര് ഇദ്ദേഹം ഇത് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഫാരി ചാനലിൽ ചരിത്രം പിന്നിലൂടെ എന്ന ആ ഒരു പ്രോഗ്രാമിൽ ഏതാണ്ട് 18 എപ്പിസോഡ് ഇദ്ദേഹത്തിൻ്റെ ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ കാരണം, ഇത്ര വലിയ പ്രതിസന്ധികളിൽ കൂടെ അല്ലേ കടന്നു വന്ന് ഇന്ന് 50 വയസ്സായി ലോകോത്തര നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് PhD ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകൾ അദ്ദേഹം വിവരിക്കുന്ന സമയത്ത് എല്ലാം അദ്ദേഹം പൊട്ടി 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 കരയുകയാണ്. അറിയാതെ കരഞ്ഞു പോകും. അത് ആ എപ്പിസോഡ് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും കരയാതെ കണ്ട് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ 50 വയസ്സ് കഴിഞ്ഞിട്ടും ആ ബാല്യകാല സ്മരണകൾ, അദ്ദേഹം കുറച്ചുകൂടെ പ്രായമായി വളർന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആ ഘട്ടങ്ങൾ അദ്ദേഹം കരയുന്നില്ല. പക്ഷേ ചെറിയ പ്രായത്തിൽ 5, 6, 7 വയസ്സിലെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം വീണ്ടും പങ്കുവയ്ക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം പൊട്ടി 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 കരയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാല്യകാലത്തിലുണ്ടാകുന്ന അനുഭവങ്ങളുടെ സ്വാധീനം വളരെ മുന്നോട്ടുള്ള വളർച്ചയിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറൊരു അനുഭവം ഞാൻ ഈ അടുത്ത കാലത്ത് വായിക്കാനിടയായത്, ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥൻ, വളരെ ഉന്നത നിലയിൽ ജോലി ചെയ്ത് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരിക്കലും സ്വന്തം വീട്ടിൽ പോകുകയില്ല. മാതാപിതാക്കളുമായിട്ടോ സഹോദരങ്ങളായിട്ടോ ഒരു തരത്തിലും അദ്ദേഹം ബന്ധപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് അറിയുന്നില്ല. പിന്നീട് ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു സൈക്കോതെറാപ്പി ഇതുപോലെ സൈക്കോളജിസ്റ്റിനെ കാണുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രങ്ങളിലേക്കെല്ലാം പുറകെ പോയി വിസ്മൃതിയിൽ ആണ്ടുകിടന്ന ഒരു സംഭവം, 4 വയസ്സിൽ സംഭവിച്ച ഒരു സംഭവം അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ സാധിച്ചു. അത് പങ്കുവെക്കുന്ന സമയത്ത് അദ്ദേഹം ആ 4 വയസ്സുള്ള ഒരു കുട്ടിയെ പോലെ പൊട്ടി 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 കരയുകയാണ്. സംഭവം ഇതാണ്: 4 വയസ്സുള്ള ഇദ്ദേഹത്തിന് ഒരു കുഞ്ഞ് വാവയുണ്ടായി വീട്ടില്. അമ്മ ഒരു കുഞ്ഞ് അനിയനെ പ്രസവിച്ചു. അപ്പൊ അവന് വളരെ പൊസസീവാണ്. വേറെ ആരും തൊട്ടിയെടുത്ത് കുഞ്ഞിന്റെ അടുത്ത് ചെല്ലാൻ സമ്മതിക്കുകയില്ല. പിന്നെ ചേച്ചിയുണ്ട്, കസിൻസ് വന്നു കഴിഞ്ഞാൽ ആരും തൊടാൻ അനുവദിക്കാൻ, പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കും, ആരും തൊടാൻ അനുവദിക്കാൻ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു ദിവസം ബാക്കി കുട്ടികൾ, ഈ ചേച്ചിയും അതുപോലെ കസിൻസ് ആയിട്ടുള്ള കൊച്ചു പിള്ളേര്, വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, 5, 6 വയസ്സ് അങ്ങനെയുള്ള ഏതാണ്ട് സമപ്രായക്കാരായിട്ടുള്ള മറ്റു കുട്ടികൾ അപ്പനോട് എന്ന് പറഞ്ഞു, ഇവൻ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കഴുത്തെ പിടിച്ച് ഞെക്കി, ഇപ്പൊ കുഞ്ഞിങ്ങനെ കണ്ണുമൊഴിച്ചു എന്നൊക്കെ അഭിനയിച്ചെല്ലാം കാണിച്ചു. അപ്പൻ ഇത് വിശ്വസിച്ചിട്ട് ഇവനെ ഭയങ്കരമായിട്ട് അടിച്ചു. വടിയെടുത്ത് വല്ലാതെ അടിച്ചു. അത് തന്നെയല്ല, അപ്പൻ അമ്മയോടും പറഞ്ഞു. അമ്മയെ നല്ലപോലെ അടിച്ചു. അദ്ദേഹം മാസകാലം അടിച്ചു. ഈ അടി കൊണ്ടിട്ട് അവൻ വളരെയധികം കരഞ്ഞ് അടുത്തുള്ള തൊഴുത്തിൽ പോയി കിടന്നു. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം വീട്ടിൽ കയറി വന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കലും സ്കൂളിൽ പോകുമ്പോൾ ചേച്ചിയോടൊപ്പം പോകുകയില്ല. ഒന്നുകിൽ ചേച്ചി പോകുന്നതിന് മുൻപായിട്ട് ഒരു 10-20 അടി മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ പുറകെ പോകും. ഒരിക്കലും ഒന്നിച്ചു പോകുകയില്ല. ഈ സംഭവം മറന്നുപോയി. പക്ഷെ അത് ഉള്ളിലൊരു വാശിയായി കിടന്നുകൊണ്ട് അവരുടെ വീട്ടിലെ ബാക്കി മറ്റാരും എത്തുന്നതിനേക്കാൾ ഉയർന്ന പൊസിഷൻ അദ്ദേഹം എത്തി. പക്ഷേ അദ്ദേഹം അറിയാതെ ഈ ഒരു സംഭവം അദ്ദേഹം മറന്നുപോയി. പക്ഷേ മറന്നുപോയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ സംഭവത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്രായത്തിൽ ഒരു 7 വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ സ്വാധീനം എത്ര മുതിർന്ന പ്രായം വരെ ആണെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ
ഉണ്ട്. അപ്പോൾ വേറെയും പല അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ആർക്കെങ്കിലും പങ്കുവയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത് പങ്കുവയ്ക്കാൻ സാധിക്കും. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സ്വന്തമായിട്ടോ അനുഭവങ്ങളോ? ഞാനൊരിക്കല് ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 50 വയസ്സുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു കന്യാസ്ത്രീ ടീച്ചറാണ്. പുള്ളിക്കാരിയെ കോൺവെന്റിലെ സുപ്പീരിയറായിട്ട് നിയമിച്ചു. പക്ഷെ 50 വയസ്സായാലും വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഒരു 5 വയസ്സിന്റെ കുട്ടിയുടെ വർത്തമാന രീതിയാണ്. വളരെ കുഞ്ഞു കുട്ടി സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. അവസാനം വർക്കൗട്ട് ചെയ്ത് പുറകോട്ട് ചെന്നപ്പോഴത്തേക്ക് കാരണം അത്രയേ ഉള്ളൂ, അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അമ്മ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. വല്യമ്മ വല്യപ്പനാണ് വളർത്തുന്നത്. ഫസ്റ്റ് ബെല്ലടിച്ചാൽ ആണ് സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നത്, അനുവാദമുള്ളൂ. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിക്കണം. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ തിരിച്ചു വരണം. മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനോ കളിക്കാനോ ഒന്നും അനുവാദമില്ല. അപ്പൊ ഇങ്ങനെ വല്യമ്മയുടെ സ്വാധീനം ഉള്ളിൽ, ആ വല്യമ്മ ഇങ്ങനെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ 50 വയസ്സായിട്ടും ഈ വല്യമ്മയാണ് ഇയാളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൈക്കോതെറാപ്പിയുടെ ആ വല്യമ്മയെ പുറത്തേക്ക് തള്ളിവിട്ട് ഒരു സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ മാറ്റം, ഒരു 45 വയസ്സിലേക്ക് വന്നു. അപ്പം സിസ്റ്റർ പറയുന്നത്, എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത് മാറുന്നില്ല. എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ടെന്ന് അറിയാമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ളൊരു സ്വാധീനം നമ്മുടെ ചെറുപ്പകാലത്ത് നിന്നുണ്ടാകുന്ന സ്വാധീനം, അനുഭവങ്ങളുടെ സ്വാധീനം നമ്മളുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസസ് അത് പിന്നീട് വളർന്നു വരുമ്പോൾ ട്രോമയായിട്ട് മാറും. ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ, ചില ബിഹേവിയറൽ സയൻസ് കാണിക്കുന്നത് വിത്ഡ്രോവൽ ഓർ അവോയ്ഡൻസ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻസ്, മറ്റുള്ളവരായിട്ട് ഇടപെടാൻ സാധിക്കാതെ വരിക, ഇടപെടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക. അതുപോലെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഓർ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, സ്വയം പീഡിപ്പിക്കുക. അതുപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഡിഫിക്കൽട്ടി വിത്ത് ഇന്റിമേറ്റിംഗ് ഓർ ബൗണ്ടറീസ്, ഇന്റിമസി ഓർ ബൗണ്ടറീസ്, മറ്റുള്ളവരുമായിട്ട് അടുത്ത് പഴകാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ ബൗണ്ടറികൾ കീപ്പ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. നമ്മൾ ഒരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണല്ലോ. ഒന്നുകിൽ ഇന്റിമസി സാധിക്കാതെ വരിക, അല്ലെങ്കിൽ ബൗണ്ടറി ഭേദിച്ചിട്ടുള്ളൊരു ബന്ധത്തേക്ക് പോവുക. അതുപോലെ അഗ്രസീവ് ഓർ വയലന്റ് ബിഹേവിയർ. ഇമോഷണൽ സയൻസ് ആണെങ്കിൽ ഡിഫിക്കൽട്ടി റെഗുലേറ്റിംഗ് ഇമോഷൻസ് ലീഡിങ് ടു മൂഡ് സ്വിങ്സ്, അതായത് ഒന്നുകിൽ മാനിയ സ്റ്റേറ്റ് ആകാം, അല്ലെങ്കിൽ ഡിപ്രഷൻ ആകാം. അത് മാറി മാറി വന്നങ്ങനെ മൂഡ് സ്വിങ്സ്. പിന്നെ ഇന്റൻസ് ഇമോഷൻസ്, ആങ്സൈറ്റി, ഫിയർ ഓർ ഹൈപ്പർ വിജിലൻസ്, വളരെ എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കുക. ആങ്സൈറ്റി, എന്നെ പീഡിപ്പിക്കുകയോ, എന്നെ അവോയ്ഡ് ചെയ്യുകയോ, എന്നോട് മോശമായി പെരുമാറുകയോ, ഇത്തരത്തിലുള്ള ആശങ്കകൾ. ഡിപ്രഷൻ, സാഡ്നസ്, അതുപോലെ തന്നെ ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരവസ്ഥ. ആങ്കർ ഓർ അഗ്രഷൻ. പിന്നെ ഡിഫിക്കൽറ്റി ട്രസ്റ്റിംഗ് അതേഴ്സ് ഓർ ഫോമിങ് ഹെൽത്തി റിലേഷൻഷിപ്സ്, ആരോഗ്യകരമായ ബന്ധം മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ വരിക. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ക്രോണിക് പെയിൻ, ഫെറ്റീഗ്, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ നൈറ്റ് മെയർ കാണുക. ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ഒന്നുകിൽ ഓവർ ഈറ്റിംഗ് അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, ഹെഡേക്ക്, സ്റ്റൊമക് ഏക്ക്, എക്സെട്ര. അപ്പോൾ അതുപോലെ തന്നെ കോഗ്നിറ്റീവ് സയൻസ്, ഇമോഷണൽ ഇന്റിമസി ഓർ റിലേഷൻഷിപ്സിൽ പ്രോബ്ലം. അതുപോലെ ഫിയർ ഓഫ് ബീങ് ഹർട്ട് ഓർ റിജക്റ്റഡ്, മുറിപ്പെടുത്തുമോ, എന്നെ അവഗണിക്കുമോ, അപ്പോൾ മറ്റുള്ള ഇടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ബുദ്ധിമുട്ട്. ഫീലിംഗ് സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ്, എപ്പോഴും ഭൂതകാലത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്കുണ്ടായ ആ നെഗറ്റീവ് അനുഭവങ്ങൾ, അങ്ങനെ ഓരോരോ നെഗറ്റീവ് അനുഭവങ്ങളിൽ എപ്പോഴും കുടുങ്ങിക്കിടക്കുക. ഭൂതകാലത്തുണ്ടായ മോശം അനുഭവങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾ രൂപപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കി ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ്. അതിന് കാരണം, ഞാൻ ബൈബിളിൽ വായിച്ചിരിക്കുന്നത് കോട്ട് ചെയ്യുകയാണെങ്കിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ ജീവിക്കുന്നവരുമാണ്. അതായത് നമ്മൾ ഓരോരുത്തരും മുറിവേറ്റവരും
മുറിവേൽക്കപ്പെട്ടവരുമാണ്. കാരണം പൂർണ്ണരാരുമില്ലല്ലോ. അപ്പോൾ ഓരോ വ്യക്തിയും ജനിച്ച് വളർന്ന സാഹചര്യത്തിൽ അനുസരിച്ചാണ് അവര് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരും പൂർണ്ണരല്ല. അവർക്കും ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അവര് പെരുമാറി. അതുകൊണ്ട് നമ്മളുടെ ഉദ്ദേശം റീപേരന്റിങ്, അതായത് നമുക്ക് എന്താണോ നമ്മൾ കിട്ടാൻ ആഗ്രഹിച്ചത് അത് കിട്ടിയില്ല ഇന്ന് കൊടുത്തുകൊണ്ട് നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസിൽ നിന്നും പുറത്തേക്ക് കടന്നു വരാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ നമ്മളുടെ ഈ ബ്ലോക്കുകൾ വിച്ഛേദിച്ച് നമ്മൾക്ക് ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ കഴിയുക എന്നുള്ളതാണ് റീപേരന്റിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ലോകത്തിലെ വളരെ ക്രൂരന്മാരായിട്ടുള്ള ഹിറ്റ്ലറുടെ കാര്യത്തിലാണെങ്കിലും പോൾപോട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള അതിക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ മാത്രമല്ല, ആ വ്യക്തി മാത്രമായിരിക്കില്ല, ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ലോകവും സഫർ ചെയ്യും. അതുകൊണ്ട് ഈ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഇന്നർ ചൈൽഡിലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കുട്ടിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. എത്ര പ്രായമായാലും ഈ കുട്ടിയായിരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടിയെ നമ്മൾ സുഖപ്പെടുത്തി നമ്മളെ സ്വയം പേരന്റായി മാറിക്കൊണ്ട് നമ്മളുടെ ഉള്ളിലെ ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി സന്തോഷിപ്പിച്ച് നമ്മുടെ ഉള്ളിലെ ആ ബ്ലോക്കുകൾ മാറ്റി, ഏത് പ്രായത്തിലാണെങ്കിലും ആ ബ്ലോക്ക് മാറ്റി സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പേരന്റിങ്ങിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്ന കാര്യം. ഇനി ഇന്നർ ഹീലിംഗ് നമുക്ക് നേടിയെടുത്താൽ നമുക്ക് നേട്ടങ്ങൾ: ഒന്ന്, ഹീലിംഗ് പാസ്റ്റ് വൂൺസ്. നമ്മളുടെ കഴിഞ്ഞുപോയ കാലത്തുണ്ടായ ഈ മുറിവുകൾ നമുക്ക് സൗഖ്യം നേടാൻ സാധിക്കും എന്നാണ് വലിയൊരു നേട്ടം. അതുപോലെ തന്നെ സെൽഫ് കമ്പാഷൻ, നമുക്ക് നമ്മോട് തന്നെ ഒരു അനുകമ്പ. ഒരു കുട്ടിയെ എപ്പോഴും ഒരു കുട്ടിയായിട്ട് വേണം കണ്ട് പെരുമാറാൻ. അപ്പോൾ അത് ലഭിക്കാതെ വരുമ്പോൾ നമുക്കെപ്പോഴും സെൽഫ് ഹർട്ടിങ്, നമുക്ക് വിലയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ, അതുപോലെ ഞാൻ സ്വീകാര്യമല്ല, ഞാൻ സ്നേഹയോഗ്യനല്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളെ ഭരിച്ചുകൊണ്ട് നമ്മൾ ഏകാന്തതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നർ ഹീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ വൂണ്ടഡ് ചൈൽഡിന് ഒരു ഹീലിംഗ് കിട്ടിയാൽ നമുക്ക് സെൽഫ് കമ്പാഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്സ്, നമ്മൾ ചുറ്റുമുള്ള ലോകവുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് നമുക്ക് സന്തോഷകരമായിട്ടൊരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻസ്, അതുപോലെ തന്നെ എൻഹാൻസ്ഡ് സെൽഫ് ട്രസ്റ്റ്, തന്നിൽ തന്നെയുള്ളൊരു വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇൻക്രീസ്ഡ് റെസീലിയൻസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതിന് ഉതകുന്ന ചില സെൽഫ് പേരന്റിങ് ടിപ്സ് ആണ്. ഒന്ന്, എംബ്രേസ് പോസിറ്റീവ് അഫർമേഷൻ സച്ച് ആസ് ഐ ആം എ ഗുഡ് പേഴ്സൺ. ഇത് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അവരുടെ ബോധക്കുറവ് കൊണ്ടോ നമ്മളോട് നന്നായിട്ട് പെരുമാറിയിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും ഒരു വീട്ടില് 2, 3, 4, 5 എത്ര കുട്ടികളാണെങ്കിലും ഓരോ കുട്ടിയുടെയും നീഡ് വ്യത്യസ്തമായിരിക്കാം. അല്ലെങ്കിൽ ഒരേ സാഹചര്യം തന്നെ രണ്ട് വ്യക്തികളെ 2 തരത്തിലായിരിക്കും സ്വാധീനിക്കുന്നത്. നമുക്കറിയാമല്ലോ, മദ്യപാനിയായ ഒരപ്പന്റെ 2 മക്കളിൽ ഒരാള് മദ്യപാനിയാകാം, മറ്റേ ആള് അപ്പന്റെ മദ്യപാനം കണ്ടുകൊണ്ട് മദ്യപാനം തീരെ ഇല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മാറാം. അല്ലെങ്കിൽ ഒരു ട്വിൻസിൽ അവരുടെ പിതാവ് മരിച്ചുപോയതിനു ശേഷം ഒരാള് കുടുംബത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു, മറ്റേ ആൾക്ക് എൻ്റെ അപ്പനെ നീ എന്തിനു നേരത്തെ കൊണ്ടുപോയി, അങ്ങനെ ഒരു ദൈവത്തോടൊരു ഒരു ദേഷ്യം, ഒരു പക, ആ രീതിയിലേക്ക് മനസ്സ് മാറാം. അപ്പം ഒരേ സാഹചര്യത്തിലാണെങ്കിൽ പോലും പല വ്യക്തികളെയും പല രീതിയിലായിരിക്കാം സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സെൽഫ് പേരന്റിങ് ടിപ്സിലൂടെ നമ്മൾ സ്വയം നമ്മളെ സുഖപ്പെടുത്തണം. അപ്പോൾ സ്വയം പറയുക, ഐ എം എ ഗുഡ് പേഴ്സൺ. ഒരാൾ ഞാൻ മോശമാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മോശമായി തീരുന്നില്ലല്ലോ. അതുകൊണ്ട് ഐ എം എ ഗുഡ് പേഴ്സൺ,
അപ്പം അതിൽ NLPയിൽ ചില ടെക്നിക്സ് ഉണ്ട്. നമ്മൾ നമ്മുടെ മുറിയിൽ മുറി ക്ലോസ് ചെയ്തിട്ട് മിററിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് വിരൽ ചൂണ്ടുമ്പോഴത്തേക്ക് ആ വിരൽ ഇങ്ങോട്ട് നമുക്ക് തിരിച്ചുകൊണ്ട് യു ആർ ഗുഡ്, യു ആർ ഗുഡ്, യു ആർ ഗുഡ്, യു ആർ ബ്രേവ്, യു ആർ ഇനഫ്, ഐ എം ഇനഫ്, ഐ എം സ്ട്രോങ്, ഐ എം ഇനഫ്, ഐ എം ഇനഫ്, ഐ എം ഗുഡ്. അങ്ങനെ സ്വയം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ എൻഗേജ് ഇൻ കോൺവെർസേഷൻസ് വിത്ത് യുവർ അഡൽട്ട് സെൽഫ്, സീക്കിംഗ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഫോർ മേക്കിംഗ് ഗ്രോൺ അപ്പ് ഡിസിഷൻസ്. അതായത് നമ്മുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടി വിഷമിച്ചിരുന്ന സമയത്ത് ആ ദുഃഖം നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മൾ എന്ത് ഒരു അഡൽട്ട് എന്ന രീതിയിൽ നമ്മൾ എന്ത് ഉപദേശമായിരിക്കാം ആ കുട്ടിയെ നമ്മൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കുന്നത്. ആ തരത്തിൽ ആ കുട്ടിയോട് പറഞ്ഞ് സന്തോഷിപ്പിച്ച് ആ കുട്ടി ചിരിക്കുന്നത് വരെ മാറ്റം വരുത്തി ആ കുട്ടിയുമായിട്ടൊരു കോൺവെർസേഷനിൽ നമ്മൾ ആയിരിക്കുക, അങ്ങനെ ഇടപെടുക. അങ്ങനെ ആ കുട്ടിയെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കുട്ടി സൗഖ്യമാകുന്നു. ആ സൗഖ്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യം, ഒരു റിലീഫ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റിവാർഡ് യുവേഴ്സ് ഡെയിലി ഫോർ അക്കംപ്ലിഷ്മെന്റ്സ്. ചെറിയ നേട്ടങ്ങളാണെങ്കിൽ പോലും നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പൾ അല്പം ടഫായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീച്ചർ സ്റ്റേറ്റിലൊരു കുട്ടികളെ മത്സരത്തിൽ കൊണ്ടുപോയി സെക്കൻഡ് തേർഡ് പ്രൈസ് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒരു വേണ്ടതായിട്ടുള്ള അംഗീകാരം, ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല. പുള്ളിക്കാർ തന്നെ പോയിട്ട് ഒരു ചെറിയ ടോയ് വാങ്ങിച്ചിട്ട് തന്നെ അത് കളിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, നമുക്ക് തന്നെ ചെറിയ ചെറിയ സമ്മാനം കൊടുത്ത് നമ്മൾ സ്വയം നമ്മൾ അംഗീകരിക്കുക. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വേറൊരാൾ നമുക്ക് അംഗീകാരം തന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അംഗീകാരയോഗ്യ അല്ലെങ്കിൽ അംഗീകാരയോഗ്യനല്ലാതായി തീരുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ എന്നതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങാനുള്ള സമയം കണ്ടെത്തുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ. അപ്പോൾ നിനക്ക് പ്രാധാന്യമുണ്ട്. നീ നിന്നെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നീ നിന്നെ തന്നെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ, ബഹുമാനിച്ചാൽ മാത്രമേ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കുകയുള്ളൂ. നീ നിന്നെ തന്നെ അംഗീകരിച്ചാൽ മാത്രമേ നിനക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ ആദ്യം നിന്നെ സ്നേഹിക്കുക, നിന്നെ അംഗീകരിക്കുക, നിന്നെ ബഹുമാനിക്കുക, നിനക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നമ്മൾ പ്രത്യേകിച്ച് പല അമ്മമാരും സ്വയം മറന്നിട്ടാണ് ഭർത്താവിനും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ചെയ്യണ്ട എന്നല്ല പറയുന്നത്, ചെയ്യണം. പക്ഷേ അതിലൊരു ഭാഗം അവനവനും കൂടി മാറ്റിവെക്കണം. മറ്റുള്ളവരെ പോലെ തന്നെ ഒരു പ്രാധാന്യം ഓരോ വ്യക്തിക്കുമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കുന്നത് പോലെ, പങ്കുവെക്കുന്നത് പോലെ അവനവന് വേണ്ടി കൂടി സ്വന്തം ആരോഗ്യം കീപ്പ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉറക്കം, ആവശ്യത്തിന് എക്സസൈസ്, അതുപോലെ തന്നെ സ്വന്തം ഉല്ലാസങ്ങൾ, കുറച്ച് സംഗീതം കേൾക്കുക, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക, ഇങ്ങനെ വായിക്കുക, അല്പസമയം സുഹൃത്തുക്കളുമായിട്ട് ഒന്നിച്ച് ഇടപഴകേണ്ട സമയം മാറ്റിവെക്കുക. ഇങ്ങനെ അവനവന് വേണ്ടി അല്പം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ പ്രാധാന്യം കുറയ്ക്കാതെ തന്നെ ഞാനും തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി അവനവന് വേണ്ടി കൂടി തന്നെ കുറച്ച് സമയം മാറ്റിവെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി അച്ചീവ്മെന്റ്സ് എഴുതാനായിട്ട് ഒരു ബുക്ക് മാറ്റിവെക്കുക. അതിൽ നമ്മുടെ ഡെയിലി ആയിട്ട് ചെറിയ ചെറിയ ഒരു നേട്ടങ്ങളായിരിക്കാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ എഴുതി വെച്ച് അത് ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് സ്വയം ഒരു അപ്രീസിയേഷൻ കൊടുക്കുക. മറ്റൊന്ന്, നമ്മൾ ഒരു മാസത്തേക്ക് നമ്മളുടെ ഓരോ ദിവസവും ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു നേട്ടങ്ങൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, നമ്മൾ ലഭിച്ച നല്ല സ്നേഹത്തിന്റെ അനുഭവങ്ങൾ, അതൊക്കെ ഒരു ഡെയിലി അത് എഴുതി വെക്കുക. അങ്ങനെ 30 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കുറഞ്ഞ 30 അനുഭവങ്ങൾ ഉണ്ടാകാം. അത് വലിയൊരു കോൺഫിഡൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ മറ്റൊരു കാര്യം, ഓരോ ദിവസവും വേറൊരു മാർഗം എന്ന് പറയുന്നത്, നമുക്ക് ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന പോസിറ്റീവ് എക്സ്പീരിയൻസസ് പെന്നിൽ എഴുതുക. ഒരു പെന്നിൽ എഴുതി അത് ബുക്കിൽ നമ്മൾ സൂക്ഷിക്കുക. മറുവശത്ത് നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടായെങ്കിൽ അതെല്ലാം നമ്മൾ പെൻസിൽ എഴുതുക. പെൻസിൽ എഴുതിയിട്ട് അത് റബ്ബർ കൊണ്ട് തുടച്ച് കളയുക. ഉണ്ടായ കാര്യമാണല്ലോ, അപ്പോൾ ഇല്ലാന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പം അത് പെൻസിൽ എഴുതി അത് തുടച്ചു മാറ്റുക. ഇതൊക്കെ നമുക്ക്
നമ്മളുടെ മുറിവുകൾ നീക്കം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന മാർഗങ്ങളാണ്. മറ്റൊന്ന് നമ്മൾ അഡ്രസ്സിങ് അവേഴ്സൽസ്, റൈറ്റ് ഡയറി ഓൺ അഡ്രസ്സിങ് അവേഴ്സൽസ്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാനുള്ളതെല്ലാം ഏറ്റവും തുറന്ന്, വേറെ ആരും കാണാൻ പാടില്ലത്, നമ്മൾ തുറന്ന് നമ്മളോട് എഴുതുക. നമുക്കറിയാലോ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ, അതിൽ മൈ ഡിയർ കിറ്റി എന്നാണ് ആ ബുക്കിനെ അവൻ സ്വയം കിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. അപ്പം അങ്ങനെ ഹൃദയത്തിന്റെ ഒരു പതിപ്പാണ് ബുക്ക്. വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ഹൃദയത്തിൽ തോന്നിയെല്ലാം ആരെയും കാണിക്കാനും വായിക്കാൻ വേണ്ടിയല്ല ഒരിക്കലും അവൾ എഴുതിയത്. അവൾ ഹൃദയത്തിൽ തോന്നിയെല്ലാം അതിലേക്ക് ആ ബുക്കിലേക്ക് പകർത്തുകയാണ് ചെയ്തത്. എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് നമ്മളോട് തന്നെ പറയാനുള്ളത് ഒരു ബുക്കിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുക, എഴുതി 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 മാറ്റുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ പഴയ ഓർമ്മയിൽ വരുന്ന ബാഡ് എക്സ്പീരിയൻസസ്, നെഗറ്റീവ് എക്സ്പീരിയൻസസ് നമുക്ക് എഴുതി ചുരുട്ടി ഏതെങ്കിലും നദിയിലോ പുഴയിലോ വലിച്ചെറിയുക. ഒഴുക്കുള്ളിടത്തേക്ക് വലിച്ചെറിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ നിന്നും അത് നീങ്ങി പോകുന്നതായിട്ട്, നീക്കം ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വയം തന്നെ അവനെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. യു ആർ ഗുഡ്, യു ആർ സ്മാർട്ട്, ഐ ലവ് യു. സ്വയം കെട്ടിപ്പിടിക്കുക. ഐ ലവ് യു, യു ആർ ഗുഡ്, ഐ ലവ് യു, യു ആർ സോ സ്മാർട്ട് എന്നൊക്കെ നമുക്ക് എന്ത് പറഞ്ഞാലാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്, അങ്ങനെ സ്വയം നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കാം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ശാന്തമായിരുന്നുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന കണ്ണുകൾ അടച്ച് നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങളെ കേട്ട് 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 വിടുക. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്ന ശ്വാസം, ആ ശ്വാസം നമ്മൾ ഫീൽ ചെയ്യുക. പുറത്തേക്ക് നമ്മൾ ശ്വാസം വിടുമ്പോൾ ആ ചൂട് വ്യത്യാസം, ഉള്ളിലേക്ക് നമ്മളെടുത്ത ആ ശ്വാസത്തെക്കാൾ അല്പം കൂടി ചൂടുള്ളതായിരിക്കാം പുറത്തേക്ക് നമ്മൾ നിശ്വാസമായി ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, കാണുക, ഫീൽ ചെയ്യുക, അങ്ങനെ നമ്മൾ രുചിക്കുക, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ നമ്മൾ ആ നിമിഷത്തിലായിരിക്കുക. ഈ തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡിലാണെങ്കിലും നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസസ് മാത്രമായിരിക്കില്ല, വളരെയധികം പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകും. അത് നമ്മൾ നോട്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ സന്തോഷിക്കുക. അത് ഓർത്ത് നമുക്ക് സന്തോഷിക്കുക. ഒരു മരം നമ്മൾ മുറിച്ചാലും അതിൽ നിന്ന് പൊട്ടിമുളച്ച് ഒരു ശാഖ വളർന്ന് ഫലം കായ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറുപ്രായത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ സന്തോഷങ്ങൾ അത് ആഘോഷിച്ചുകൊണ്ട് അതിൽ നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മളുടെ ഉള്ളിലെ പോസിറ്റിവിറ്റീസ് നമുക്ക് വളർത്തിയെടുത്ത് നമ്മൾക്ക് ജീവിതത്തിൽ ഈ ഊൺസ് അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുള്ള ട്രോമയിൽ നിന്നും നമുക്ക് പുറത്ത് വരാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചില പ്രാക്ടീസിലൂടെ നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ, എല്ലാം നമുക്ക് വേണമെന്നില്ല, ഏതെങ്കിലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസിൽ നിന്നും നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ കൊച്ചു കുട്ടിയെ നമുക്ക് സുഖപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ആ കൊച്ചുകുട്ടിയോട് നല്ല നമുക്ക് തൊട്ട് മുൻപുണ്ടായിട്ടുള്ള ഒരു അനുഭവം പോലും ഈ തരത്തില് നമ്മളുടെ അഡൽട്ട് ആ വ്യക്തിയോട് അനുഭവം ഉണ്ടായ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ രണ്ടായിട്ട് ഇരുന്നു കൊണ്ട് ആ വ്യക്തിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തി, ഈ അഡൽട്ട് ആ വ്യക്തിയുമായിട്ട് സംഭാഷണം നടത്തി എന്ത് പറഞ്ഞാലാണോ ആ വ്യക്തിക്ക് ആശ്വാസം കിട്ടുന്നത്, ആ കുട്ടിക്ക് ആശ്വാസം കിട്ടുന്നത്, അത് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സംസാരിക്കണം. അങ്ങനെ ആശ്വാസം കിട്ടുന്നവരെ പരസ്പരം സംവദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സൗഖ്യം ആക്കിയെടുക്കാൻ നമുക്ക് സ്വയം സാധിക്കും. നമ്മളെക്കാൾ നമ്മളെ മനസ്സിലാക്കുന്ന മറ്റാരുമില്ലല്ലോ. അപ്പോൾ ഈയിടെ ഒരാൾ പറയായിരുന്നു, അപ്പൻ അയാൾ ഒറ്റ മകനാണ്. പിന്നെ കാരണം അപ്പനൊക്കെ 13 മക്കളായിരുന്നു. അപ്പൊ അപ്പൻ പറയുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മക്കളധികം വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റ മകനെന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് സ്വയം നമ്മളെ
ഹീൽ ചെയ്തെടുക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് റീപാരന്റിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഒരു NLP-യിൽ ബേസിക് ആയിട്ട് NLP ടെക്നിക്കിൽ പറയുന്നത് എന്താണ്? ഹീലിംഗ് ഇസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഇസ് ഫാസ്റ്റ് ആൻഡ് ഈസി. വളരെ വേഗത്തിൽ നമുക്ക് ഹീലിംഗ് നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള ഒരു ടെക്നിക്ക് ഞാനിവിടെ പങ്കുവയ്ക്കാം. ഒന്ന് മോഡലിംഗ് ടെക്നിക്കാണ്. മോഡലിംഗ് നിങ്ങൾക്കറിയാം, അതിന് പല മോഡൽസ് എടുക്കാം. പക്ഷെ അതിൽ ഒരു മെത്തേഡ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ തുണിക്കടകളുടെ മുൻപിലൊക്കെ സ്റ്റാച്യൂസ് കാണുമല്ലോ. സാരിയോ അല്ലെങ്കിൽ പാൻസോ ഒക്കെ ഇടിപ്പിച്ച് അവരുടെ വിൽക്കാനുള്ള വസ്ത്രങ്ങളുടെ മോഡൽസ് ആയിട്ട് അവിടെ രൂപങ്ങളെ നിർത്തിയിട്ടുണ്ട്. മാനിക്വീൻസ് എന്ന് പറയും, മാനിക്വീൻ. അപ്പോൾ നമ്മൾ അതൊരു മാനിക്വീൻ നമ്മൾ മനസ്സിലാക്കുക. പുരുഷന്മാരാണെങ്കിൽ ഒരു പുരുഷ മാനിക്വീനെയും അതുപോലെ തന്നെ ലേഡീസ് ആണെങ്കിൽ ഒരു ലേഡി മാനിക്വീനെയും നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസോഴ്സസ് എല്ലാം അതിലേക്ക് നമ്മൾ നിറയ്ക്കുക. സ്നേഹമായിരിക്കാം, അംഗീകാരമായിരിക്കാം, നമ്മൾ ലോകത്തിൽ വിജയിച്ചിട്ടുള്ള നമുക്കറിയാവുന്ന നമുക്ക് അപ്രിസിയേഷൻ തോന്നുന്ന ഓരോ വ്യക്തിയിലും കാണുന്ന മുഴുവനും ക്വാളിറ്റീസ് ഈ മാനിക്വീനിലേക്ക് നമ്മൾ നിക്ഷേപിക്കുക. വിജയം, സ്നേഹം, അംഗീകാരം, കോൺഫിഡൻസ്, ഇങ്ങനെയുള്ള എല്ലാ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ക്വാളിറ്റീസും ഈ മാനിക്വീൻ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ട് ആ മാനിക്വീൻ വളരെ ബ്രൈറ്റാകും നമ്മൾ സങ്കല്പിക്കുക. വളരെ പവർഫുൾ ആയിട്ട് ഷൈൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുക. വളരെ ഒരു വിജയിച്ച ഒരു രൂപത്തെ നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ അത് നിറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന ഇതിനപ്പുറം ഒരു വിജയത്തിലേക്ക് വളരെ ഷൈനി ആയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ആ രൂപത്തെ നമ്മുടെ നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം നികത്തിക്കൊണ്ട് ഉള്ള ഒരു പൂർണ്ണനായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണയായിട്ടുള്ള ഒരു രൂപത്തെ ഈ മാനിക്വീൻ നമ്മൾ കാണുക. അങ്ങനെ 100% റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മാനിക്വിനെ നമ്മൾ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നിറച്ചുകൊണ്ട് ആ രൂപത്തെ സാവധാനം നമ്മുടെ അടുത്തേക്ക് അടുപ്പിച്ച് കൊണ്ടുവന്ന് മേർജ് ചെയ്യുക. നമ്മളുമായിട്ട് മേർജ് ചെയ്ത് ആ ക്വാളിറ്റീസ് മുഴുവനും നമ്മൾ നിറഞ്ഞതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. ഭാവനയല്ല, ഫീൽ ചെയ്യുക. ഈ ഒരു മെത്തേഡ് നമുക്ക് വളരെയധികം ഹീലിംഗ് തരുന്ന ഒരു ടെക്നിക്കാണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് സ്വയം ഹീലിംഗ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഐ ലവ് യു എന്ന് സ്വയം പറയുന്ന രീതി അത് നമുക്ക് ഒത്തിരി ഹീലിംഗ് തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റീസ്, നമ്മുടെ ഒരു പാറ പോലെ നമ്മുടെ ഉള്ളിൽ കെട്ടിയിരിക്കുന്ന നമ്മളുടെ ആ നെഗറ്റീവ് ഫീലിങ്സ് നമ്മൾ മനസ്സിന്റെ പവർ ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളിവിടുക. അത് തള്ളിവിട്ട് അത് ദൂരെ മാറ്റി തള്ളി ദൂരോട്ട് പോകും തോറും നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഭാരം കുറയുന്നു. അത് ദൂരെ മാറ്റി കൊണ്ടുപോകുമ്പോൾ അത് അകന്നു പോകുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. അതിന്റെ നമ്മളുടെ കണ്ണിൽ നിന്നും വ്യക്തത, ആ രൂപത്തിന്റെ വ്യക്തത, ആ പാറയുടെ വലിപ്പം കുറഞ്ഞ് അങ്ങ് വിദൂരതയിൽ ഒരു ചെറിയ പൊട്ടുപോലെ, ഒരു കാർമേഘം പോലെ, വളരെ പൊട്ടുപോലെ അങ്ങ് വിദൂരതയിലേക്ക് അകന്നു പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് ഫീലിങ്സ് നമുക്ക് പുറത്തേക്ക് ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫ്രീഡം നേടിയെടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഇത്രയും പങ്കുവച്ച കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നിങ്ങളുടെ ഭാഗത്തു നിന്നും? മെഡിറ്റേഷന് ശേഷം ചെയ്യണോ? മെഡിറ്റേഷനിലേക്ക് പോകാനായിട്ട് നമുക്ക് ശാന്തമായിട്ട് നട്ടിൽ നിവർത്തി ഒന്നിരിക്കാം. നട്ടിൽ നിവർത്തി ഇരുന്നുകൊണ്ട് സാവധാനം കണ്ണുകളടയ്ക്കാം. പുറത്തുള്ള ശബ്ദങ്ങൾ കേട്ട് വിടുക. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആ ശബ്ദങ്ങൾ വെറുതെ കേട്ട് മാത്രം വിടുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം.
ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പുറത്തേക്ക് വിടുന്ന നിശ്വാസവായിലും ശ്രദ്ധിക്കുക. ഒരു 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ and slowly breathe out. നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഇപ്പോൾ സ്വസ്ഥമായിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 5 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി നിങ്ങൾ കടന്നു വരികയാണ്. 5 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി വരിക. നിങ്ങൾ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് പ്രശാന്തമായ ഒരു ഗാർഡനിലാണ്, ഒരു പൂന്തോട്ടം. വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷം, നല്ല കുളിർമയുള്ള കാലാവസ്ഥ, ഇളം കാറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളെല്ലാം അവിടെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളുടെ പരിമളം അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ആ പരിമളമെല്ലാം നിങ്ങൾ ആസ്വദിക്കുക. പക്ഷികളുടെ കളകളാരവം നിങ്ങൾക്ക് കേൾക്കാം. പൂക്കളിലെല്ലാം പൂമ്പാറ്റകൾ ഓടിക്കളിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൃഗങ്ങൾ അവിടെയെല്ലാം ഉണ്ട്. അവയെല്ലാം കാണുക. അവിടെ ഒരു പുൽമേടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ നല്ല അന്തരീക്ഷം എല്ലാം നിങ്ങൾ ആസ്വദിക്കുക. ഒരു വശത്തായി ഒരു പുഴ ഒഴുകുന്നുണ്ട്. പാറയിൽ നിന്നും ഒഴുകി വരുന്ന ശുദ്ധമായ ജലം. അതിന്റെ കളകളാരവം നിങ്ങൾ ശ്രദ്ധിക്കുക. അവയെല്ലാം അനുഭവിച്ച് നിങ്ങൾ സന്തോഷം അനുഭവിക്കുക, സന്തോഷിക്കുക. വളരെ നല്ല അന്തരീക്ഷം, കുളിർമയുള്ള കാറ്റ്, പക്ഷികളുടെ കളകളാരവം, പുഷ്പങ്ങളുടെ വശ്യമായ സൗന്ദര്യം, അവയിൽ നിന്നുണ്ടാകുന്ന പരിമള സൗരഭ്യം, ഇതെല്ലാം നിങ്ങൾ ആസ്വദിച്ച് നടക്കുമ്പോൾ അത് അങ്ങകലെ ആ പുൽമേട്ടിൽ ഒരു ചെറിയ അനക്കം കാണുന്നു. നിങ്ങൾ സാവധാനം ആ അനക്കം കണ്ടിടത്തേക്ക് അടുത്ത് വരുന്നു. അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു അതൊരു കുട്ടിയാണ്. നിങ്ങൾ അടുത്ത് വന്നു. അത് നിങ്ങളാണ്. നിങ്ങളുടെ ആ കൊച്ചുകുട്ടി. നിങ്ങൾ കൈനീട്ടി ആ കുട്ടിയോട് അടുത്ത് വരാൻ ആവശ്യപ്പെടുക. ഒരുപക്ഷെ ആ കുട്ടി വിസമ്മതിക്കുന്നുണ്ടാകാം. എങ്കിലും നിങ്ങൾ വളരെ സ്നേഹത്തോടെ ആ കുട്ടിയെ നേരെ കൈനീട്ടുക, അടുത്ത് വരാൻ ആവശ്യപ്പെടുക. വിസമ്മതത്തോടെയെങ്കിലും ആ കുഞ്ഞ് ഒരു കൈ നീട്ടി, ആ കൊച്ചു കൈ നിങ്ങളുടെ നേരെ നീട്ടുന്നു. നിങ്ങൾ ആ കുഞ്ഞു കയ്യിൽ പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവളുടെ മുഖത്ത്
ചെളി പുരണ്ടിരിക്കാം, മുടിയൊക്കെ പാറി പറന്ന് ഷാബി ആയിരിക്കാം, ഇട്ടിരിക്കുന്ന വസ്ത്രം മുഷിഞ്ഞതായിരിക്കാം. അതെല്ലാം നിങ്ങൾ കാണുക. ആ കുഞ്ഞിനെ നിങ്ങൾ സാവധാനം കൈപിടിച്ച് ആ അരുവിയിലേക്ക് കൊണ്ടുവരിക. ആ പുഴയിലേക്ക്, തെളിനീരൊഴുകുന്ന ആ പുഴയിൽ, പാറയിൽ നിന്നൊഴുകുന്ന ശുദ്ധമായ ജലം ഒഴുകുന്ന ആ അരുവിയിലേക്ക് കൊണ്ടുവന്ന് ആ തെളിനീരിൽ ആ കുഞ്ഞിനെ നിങ്ങൾ കഴുകി വൃത്തിയാക്കുക, വെടിപ്പാക്കുക. മുടിയിലും മുഖത്തും ദേഹത്തും എല്ലാം പുരണ്ടിരിക്കുന്ന ആ ചെളി, അഴുക്ക്, മാലിന്യം എല്ലാം കഴുകി വൃത്തിയാക്കുക. ആ കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് നോക്കുക. ആ കണ്ണുകൾ തിളങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ കണ്ണുകൾ തിളങ്ങുന്നതുവരെ നിങ്ങൾ ആ കുഞ്ഞിനെ കഴുകി വൃത്തിയാക്കുക. ആ ഉടുപ്പ്, വൃത്തിഹീനമായിട്ടുള്ള ഉടുപ്പ് ഊരി വലിച്ചെറിഞ്ഞ് നല്ല വൃത്തിയുള്ള മനോഹരമായ ഒരു ഉടുപ്പ്, വസ്ത്രം ആ കുഞ്ഞിനെ ധരിപ്പിക്കുക. ആ കുഞ്ഞിപ്പോൾ നിങ്ങൾ നേരെ നോക്കുകയാണ്. ആ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങുന്നുണ്ട്. അവൾ അല്ലെങ്കിൽ അവൻ അത് ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ കുഞ്ഞിനെ നിങ്ങൾ വാരി പുണരുക, നിങ്ങളോട് ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചേർത്ത് പിടിക്കുക. ആ കുഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കട്ടെ. അഞ്ച് മുതൽ 1 വരെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാവധാനം റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാം. 5, ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രവിക്കുക. 4, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. 3, 2, 1, ഓപ്പൺ യുവർ ഐസ്. കൈകൾ കൂട്ടിത്തിരുമ്മി ആ ചൂട് മുഖത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിലെല്ലാം ആ ഊർജം പകരുക. താങ്ക് യു. താങ്ക് യു മാം. തീർച്ചയായിട്ടും എന്താണ് റീപാരന്റിങ്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മുടെ കുട്ടിക്കാല അനുഭവങ്ങളുടെ ഒരു വലിയ വേലിയേറ്റത്തിൽ നമ്മളിങ്ങനെ പറയും, TA-യിലാണെങ്കിൽ സ്ക്രിപ്റ്റ് ബിഹേവിയർ എന്ന് പറയും, സ്ക്രിപ്റ്റുകൾ, തലയിലെഴുത്തുകൾ എന്ന് പറയും. ഗസ്റ്റാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. CBTയിൽ കോർ ബിലീഫ്സ് എന്ന് പറയും. ഇങ്ങനെ പല തരങ്ങളിൽ, പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ അനുഭവപ്പെട്ടുള്ള പല കാര്യങ്ങളും ഹിഡൻ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ കൃത്യമായിട്ട് പാക്ഡ് ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ ചില ശബ്ദങ്ങളും ചില അവസരങ്ങളും ചില ജീവിത സാഹചര്യങ്ങളും ഒക്കെ അതിനെ പലപ്പോഴും ഉണർത്തും. അങ്ങനെ ഉണർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ വികാര വിക്ഷോഭങ്ങൾ, ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് പലപ്പോഴും നമ്മളല്ലാതാക്കി മാറ്റുന്നത്. അപ്പൊ അതിനെ ഒരിക്കൽ കൂടി ഒന്ന് തിരിച്ചറിയാൻ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് സ്ഥായിയായിട്ട് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും വിഷാദപരമായ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഒരു നെഗറ്റീവ് മൂഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ കുറേ ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസിഡൻസിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി
നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. സെൽഫ് റിഫ്ലക്ഷൻ. ഞാൻ പറഞ്ഞിരുന്നു, മിറർ തെറാപ്പി വളരെ മനോഹരമായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മിററിൽ നോക്കിക്കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ നമുക്ക് വേണ്ടി പറയുക. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പവർഫുള്ളായ ഒരു തലത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ NLP ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. ഡിസോസിയേഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, മോഡലിംഗ് എന്ന് പറയുന്നൊരു ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ ഓരോ തെറാപ്പികളിലും ഈ പറയുന്ന ഇന്നർ ചൈൽഡിനെ കൂടുതൽ മനോഹരമായൊരു മെഡിറ്റേഷൻ ആയിരുന്നു. ആ മെഡിറ്റേഷനിൽ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെ ആ രൂപം കണ്ടു. അതിനകത്ത് ചില ഇംപെർഫെക്ഷൻസ് ഉണ്ട്, അല്ലെ, മുഖത്ത് ചെളിയും ഒക്കെ നിറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അതിനെ കഴുകി വെടിപ്പാക്കി സന്തോഷമുള്ള മുഖമാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ പ്രോസസ്സാണ്. ഇതെല്ലാവർക്കും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്കൊക്കെ ചില സമയത്തൊക്കെ പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പേരൻസ് ആണ്, പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള പേരൻസിന്റെ പ്രശ്നങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക, സന്തോഷം എന്നുള്ളതിനേക്കാൾ കൂടുതൽ സമാധാനപൂർവമായ ഒരു ജീവിതത്തിന് അത് ഗുണകരമാകും, പ്രയോജനകരമാകും. ഇതൊരു വലിയ അവയർനെസ് ആണ്. നമ്മളെ സ്വയം തിരിച്ചറിയാൻ, ശരിക്കുള്ള നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. സലീമാമ വളരെ മനോഹരമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. എന്തൊക്കെയാണ് ആ പ്രോസസ്സ്, അതുപോലെ തന്നെ എന്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് നമുക്ക് പുറത്തു വരാൻ പറ്റും. ഡയറി എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഡെയിലി ഡയറി, നമ്മുടെ ക്രെഡിറ്റ്സ് ഒക്കെ എഴുതുക. ഇനി അഥവാ ഡെബിറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പെൻസിൽ കൊണ്ട് എഴുതി മാച്ച് കളയുക. ചിലപ്പോൾ നമ്മൾ പറയും എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ കത്തിച്ച് കളയുക അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിൽ ഇടുക. ഇങ്ങനെ ഒത്തിരി പ്രോസസ്സുകളുണ്ട്. പക്ഷെ ഈ പ്രശ്നം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുക എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സലീമാമിന്റെ ആ ക്ലാസ് വളരെ പ്രയോജനകരമായി. പ്രത്യേകിച്ച് മെഡിറ്റേഷനിലൂടെ നമ്മൾ ആ കുഞ്ഞിനെ കണ്ടു, നമ്മളെ തന്നെ കുട്ടിക്കാലം നമ്മൾ കണ്ടു. ആ കുട്ടിക്കാലത്ത് നമ്മുടെ മുഖത്ത് ഉണ്ടായിട്ടില്ലാത്ത ആ സന്തോഷത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ പൂർണ്ണമായിട്ടും പിന്തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ റീപാരന്റിങ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. താങ്ക് യു സലീമ മാം. ഔദ്യോഗികമായി മാമിനൊരു നന്ദി പറയാൻ വേണ്ടി ശോഭന മാം ഉണ്ടോ? ഓക്കെ, ബാബു സാർ വിളിക്കും. ഏറ്റവും പ്രിയപ്പെട്ട PCTA കുടുംബാംഗങ്ങളെ, സാർ കേൾക്കുന്നില്ലല്ലോ. എന്തോ സാർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. സാറേ കേൾക്കാം. നല്ല സൗണ്ട് ഉണ്ട് കേൾക്കാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നയിച്ചത് കോട്ടയം ജില്ലാ നേതൃത്വത്തിലുള്ള സലീമ മാഡമാണ്. മാഡം ഇവിടെ കൈകാര്യം ചെയ്ത വിഷയം പുതിയ രക്ഷാകർതൃത്വം അല്ലെങ്കിൽ റീപേരന്റിങ് എന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ബാല്യകാല അനുഭവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ബാല്യകാലത്ത് ഏതെങ്കിലും ദുരന്തങ്ങള്, മുറിവുകള് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൽക്കാല ജീവിതത്തെ സ്വാധീനിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുള്ള ട്രോമ അത് മാറ്റാനുള്ള ഒരു നടപടിയാണ്. അത് മാറ്റാനുള്ള ഒരു ക്ലാസ് വളരെ വിദഗ്ധമായിട്ട് മാഡം നയിക്കുകയുണ്ടായി. ആദ്യം എന്താണ് ഓവർ പേരന്റിങ് എന്ന് പറഞ്ഞു. തുടർന്ന് ഈ ഓവർ പേരന്റിങ്ങിന്റെ ഇഫക്റ്റ്, ആ ഒരു വൈഷമ്യം നമ്മൾ തരണം ചെയ്താൽ ഉണ്ടാകുന്നതായ പ്രയോജനങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് നമുക്ക് എങ്ങനെ ഈ ട്രോമകള്, കുട്ടിക്കാലത്തെ ഈ അനുഭവിച്ച ആ ദുരന്തങ്ങള് നമുക്ക് എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും, അങ്ങനെ അതിന് കുറെ അധികം കാര്യങ്ങൾ മാഡം ഇവിടെ നിർദ്ദേശിക്കുകയുണ്ടായി. പോസിറ്റീവ് സെൽഫ് ടോക്ക്, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ്, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഡയറി രൂപത്തിൽ എഴുതാനായിട്ട് പറ്റും. നമ്മുടെ അച്ചീവ്മെന്റ്സിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഞാൻ നന്ദിയാണ് പറയേണ്ടത്. ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. വളരെ തന്മയത്വപൂർവം ഈ സുന്ദരമായ സായാഹ്നത്തില് നല്ല ചിന്തകള്, നല്ല ഉൾക്കാഴ്ചകള്,
വലിയ ബഹളമൊന്നുമില്ലാതെ, അതായത് വളരെ സൈലന്റായ രീതിയിലാണ്. ഇതൊക്കെയാണ് ഒരു ക്ലാസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഇവിടെ വലിയ വാചാലമായിട്ടൊന്നും അല്ല മാഡം സംസാരിച്ചത്, പക്ഷേ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കയറി പറ്റാനായിട്ട് മാഡത്തിന്റെ വാക്കുകൾക്ക് സാധിച്ചു. സലീമ മാഡത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരുള്ളതായ നന്ദി അറിയിക്കുന്നു. ഞാനിന്ന് പാർട്ടിസിപ്പൻസിന്റെ കാര്യത്തിലേക്ക് പോകും മുമ്പ് മറ്റൊരു കാര്യം, ഏത് നല്ല രീതിയിൽ ക്ലാസ് ഉണ്ടെങ്കിലും അതിന് നല്ലൊരു പ്ലാറ്റ്ഫോം വേണം. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നൽകിയത് കോട്ടയം ജില്ലയുടെ നേതൃത്വത്തിലുള്ള സാബു സാറാണ്. സാബു സാറിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതായ ആവശ്യമില്ല എങ്കിൽ കൂടിയും ഔപചാരികതയുടെ പേരിലുള്ളതായ നന്ദി സാറിനെ അറിയിക്കുന്നു. അതോടൊപ്പം നമുക്ക് ക്ലാസ് എടുക്കാൻ ആളുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇതിൽ എത്ര പേര് പങ്കെടുക്കുന്നു, ഓഡിയൻസ് ആണ്. നമ്മുടെ ഓഡിയൻസ് ഒക്കെ വളരെ പ്രാഗൽഭ്യമുള്ളവരാണ്. ഒരിക്കലും ഞാൻ സാബു സാറിനോട് തന്നെ ഈ വിവരം പറയുകയുണ്ടായി. വളരെയധികം പ്രാഗൽഭ്യമുള്ള ആൾക്കാരാണ്, വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത, എനിക്ക് തോന്നുന്നത് ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ സ്റ്റേറ്റിന്റെ പ്രതിനിധി ഉഷ മാഡം ഇതിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാഡത്തിന് പ്രത്യേകമായിട്ടുള്ളതായ നന്ദി രേഖപ്പെടുത്തുന്നു. കോട്ടയം ജില്ലയുടെ ഭാരവാഹികൾ, അതിൻ്റെ മെമ്പേഴ്സ്, അതോടൊപ്പം നമ്മുടെ ഈ ക്ലാസ്സിൽ എത്തിയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. വളരെ വിശിഷ്ട വ്യക്തികളാണ്. എല്ലാവർക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. ഈ സലീമ മാമിനെ കുറിച്ച് പറയുമ്പോൾ, സലീമ മാം നമ്മളുടെ കോട്ടയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു നല്ല പരിസ്ഥിതി പ്രവർത്തകയാണ്. സലീമ മാം തന്നെ പറയും തീർച്ചയായിട്ടും എന്താണ് മാം പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ ഉഷ മാമിനെ ഒന്ന് വിളിക്കട്ടെ. ഉഷ മാം ഒന്ന്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിപ്പോ ഉണർവ് എന്നുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. PCTA കോട്ടയം ജില്ലാ നേതൃത്വത്തിന്റെ ഒരു അണിയറ ശില്പികളായിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും സംസ്ഥാന നേതൃത്വത്തിന്റെ പേരിലും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും 7 മണിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഉണർവ് എന്നുള്ള പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനേഴ്സാണ് ഇതിന് ക്ലാസ് എടുക്കുന്നതെന്നുള്ള ഒരു, ഇപ്പം ബാബു തോമസ് സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്വാഭാവികതയോട് കൂടിയിട്ടാണ് മാം ഇതിന് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു യാത്ര പോലെ, മനോഹരമായ ഒരു യാത്ര പോലെ മാമിന്റെ ഒപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. അതേക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം സാബു സാറ് അതുപോലെ ബാബു തോമസ് സാർ എല്ലാവരും ഇവിടെ നൽകി കഴിഞ്ഞു. വളരെ ആസ്വാദ്യകരമായ രീതിയിൽ എങ്ങനെയാണ് റീപേരന്റിങ് എന്നും അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും നമ്മുടെ ഉള്ളിലുള്ള കുട്ടിയെ, ഒരു ചൈൽഡിനെ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക, അതുപോലെ അതിനെ എങ്ങനെ വിശുദ്ധീകരിക്കാം, എങ്ങനെയൊക്കെ അതിനെങ്ങനെ നമുക്ക് ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വെക്കാനായിട്ട് കഴിയും, നമ്മുടെ ആ ഫീലിങ്സ്, അതെല്ലാം വളരെ സ്വാഭാവികതയോട് കൂടിയിട്ടാണ് മാം ഇവിടെ അവതരിപ്പിച്ചത്. മാമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായിട്ട് കോട്ടയം ജില്ല മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ഉണർവ്. കോട്ടയം ജില്ലയാണ് അത് ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. മറ്റുള്ള ജില്ലകളൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് പ്ലാൻ തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ. എന്തായാലും PCTA ഒരു നെറുകയില് ഒരു പൊൻതൂവലായി മാറാൻ കോട്ടയത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയോട് ചെയ്യുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും ആശംസകളും അതോടൊപ്പം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പ്രിയപ്പെട്ട സാബു സാറിന്. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ബാബു തോമസ് സാറ്, സലീമമ്മ, മറ്റ് ആനിയമ്മ ജോർജ് എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും, പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ജോൺ ബേബി സാറൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുന്നു. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇനിയും ഒരുപാട് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ കൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട്. നമ്മളുടെ പോസ്റ്ററിന്റെ അകത്ത് കോട്ടയത്തിന്റെ ജില്ലാ ലാൻഡിംഗ് ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഉണ്ട്, സ്റ്റേറ്റിന്റെ ലിങ്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും PCTA എന്ന് പറയുന്ന ഈ സൈക്കോളജിക്കൽ ട്രെയിനേഴ്സിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മളുടെ
അറിയിക്കുന്നതായിരിക്കും. സലീമ മാം, മാമിന്റെ ആ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ. പരിസ്ഥിതി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോട്ടയത്താണ്. അപ്പൊ കുട്ടികളുടെ ഇടയിൽ അവയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ അനുമതിയില്ലാതെ മുറിച്ചു മാറ്റുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക, സമൂഹത്തിന്റെ ശ്രദ്ധയിൽ, മാധ്യമങ്ങളുടെ ശ്രദ്ധയിലൊക്കെ അത് കൊണ്ടുവരിക. അതുപോലെ തന്നെ മീനച്ചിലാറ്റിൽ ധാരാളമായിട്ട് മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട്. അതിനെതിരെ ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് മുമ്പിൽ ഒരു ധർണ നടത്തുകയുണ്ടായി. ധർണ നടത്തിയതിന്റെ ഫലമായിട്ട് കോട്ടയത്ത് പെട്ടെന്ന് തന്നെ കോട്ടയത്ത് മുഴുവൻ ഓടകളും ഒരു മുനിസിപ്പാലിറ്റി വൃത്തിയാക്കി. ഇനി അത് മാത്രം പോരല്ലോ, മീനച്ചിലാറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കളക്ടർക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഗ്രീൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മയുണ്ട്. വിവിധ പരിസ്ഥിതി സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഗ്രീൻ കമ്മ്യൂണിറ്റി. അങ്ങനെ ഗ്രീൻ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് വിവിധ പരിപാടികൾ നടത്തി വരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യുന്നത് ഏറ്റവും വലിയ വർത്തായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ജോൺ ബേബി സാറിനെ ഒന്ന് വിളിക്കാം. ജോൺ ബേബി സാർ. യെസ് ഐ ആം ഹിയർ. ഓക്കെ, ഞാൻ തുടക്കം മുതൽ ക്ലാസ് വൃത്തിയായിട്ട് കേട്ടു. എനിക്ക് വളരെ ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മെഡിറ്റേഷൻ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. മെഡിറ്റേഷൻ വാസ് റിയലി ഇമ്പ്രസീവ്. നമ്മൾ റിയലി ആ കുട്ടിയുടെ രൂപം കാണുകയും കുട്ടിയിലേക്ക് ആകർഷിക്കുകയും കുട്ടിയുടെ ഡ്രസ്സ് മാറുന്ന എല്ലാം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. മെഡിറ്റേഷൻ വാസ് റിയലി എക്സലന്റ്. ആ NLP ഹീലിംഗ് എൻ്റെ അഭിപ്രായത്തിൽ അല്പം കൂടെ ബെറ്റർ ആവാമായിരുന്നു തോന്നുന്നു. കാരണം നമുക്ക് ആ ഒരു ഹീലിംഗിലേക്ക് നമ്മുടെ മനസ്സ് പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയുവാൻ. അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകാമായിരുന്നു. പക്ഷേ വാട്ട് ഓവർ സർട്ടൺ, ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ക്ലാസ്. എസ്പെഷ്യലി ആ മെഡിറ്റേഷൻ വാസ് റിയലി വണ്ടർഫുൾ. എല്ലാവരും ആ മെഡിറ്റേഷൻ സ്റ്റേജിലേക്ക് പോയിരിക്കും. ഐ ആം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. ആൻഡ് the principles you laid, as discussed earlier, very firmly and without much voice at the same time. Really what is happening in the world and where the correction is required. Childhood is the most important, and a man is made from his childhood, not after his childhood. ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാഡം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നു. ആ ട്രോമ നമ്മൾ ഹീൽ ചെയ്യാനുള്ള ടെക്നിക്കുകളും പറഞ്ഞു തന്നു. ദാറ്റ് വാസ് വണ്ടർഫുൾ. മാഡം, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ക്ലാസ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു. ഇനി നമുക്ക് ആരാ പറയാനുള്ളത്? മുന്നോട്ട് ചെയ്ത് പറയാം. ലതാമോൾ മാം ഉണ്ടോ? നമ്മുടെ കോട്ടയം ട്രഷററാണ്. എനിക്ക് നേരത്തെ കയറാൻ പറ്റിയില്ല സാറേ. ഞാൻ ഇപ്പോഴാ കയറിയേ. ഞാൻ യൂട്യൂബിൽ കണ്ടോളാം. ഞാൻ മാമിന്റെ ഇപ്പോഴത്തെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് കമ്പ് തന്നതാ. എനിക്ക് കയറാൻ പറ്റിയില്ല. താങ്ക് യു. അനിയമ്മ ജോർജ് ഉണ്ടോ? ഓക്കെ, ജോർജ് സാർ പറയും. താങ്ക് യു സബ് സർ. സലീമ മാം, കൺഗ്രാജുലേഷൻ. താങ്ക് യു. സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ അണിനിരന്നിരിക്കുന്ന വേദിയിൽ ഇത്ര ഗംഭീരമായ ഒരു പരിപാടി അവതരിപ്പിച്ചു. കേൾക്കാൻ കഴിഞ്ഞത്, കൂടാൻ കഴിഞ്ഞതിനും ഒത്തിരി സന്തോഷം മനസ്സിലുണ്ട്. ഇപ്പോൾ വന്ന റീപേരന്റിങ്ങിനോടൊപ്പം തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ സലീമാമിന്റെ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കേൾക്കാനിട വന്നിട്ടുണ്ട്. പലപ്പോഴും ഓർത്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ എന്താ ഇതുവരെ ഈ പ്ലാറ്റ്ഫോമിലൊന്നും കൊണ്ടുവരാത്തത്.
എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. സാബു സാറ് പല ദിവസവും ഇങ്ങനെ സ്റ്റേജിൽ കർട്ടൻ പൊക്കിയിട്ട് കാത്തു നിൽക്കും, പക്ഷെ ഈ കഥാപാത്രത്തെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, കോട്ടയത്ത് തന്നെ ആയിട്ടും. അപ്പൊ ഇനി അതൊന്ന് തുറന്നു വച്ചിരിക്കുന്നു, ഇനി അത് ഇടയ്ക്കിടയ്ക്ക് വരും എന്ന് ആശിക്കാം. പിന്നെ NLP ടെക്നിക്സ് മാം കൊള്ളാം, കുറച്ചുകൂടി അന്വേഷിക്കാനും അറിയാനും ഒരു ആഗ്രഹം ഇപ്പൊ എന്നിൽ ജനിച്ചിരിക്കുക. ഇതിനു മുമ്പ് പണ്ടെങ്ങോ NLP ഒക്കെ കൂടിയെങ്കിലും ഡിസസോസിയേഷൻ ടെക്നിക്ക്, പിന്നെ അഫർമേഷൻ, അങ്ങനെ പലതും ഉണ്ടല്ലോ. അതൊക്കെ പറഞ്ഞു വന്നപ്പോ ഒന്നോടെ ഒന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. എന്തുകൊണ്ടും നന്നായി, ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ, അനിയമജാർ പറയൂ. മാം കേൾക്കുന്നുണ്ടോ സാർ? സഭകള് കേൾക്കാം. സഭകള് കേൾക്കുന്നു. കേൾക്കാം കേൾക്കുന്നോ? കേൾക്കാം. കേൾക്കാം. ആ സലീമാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സസ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ കാര്യമായിട്ട് കേട്ടിട്ടില്ല. ഞാൻ റെക്കോർഡ് കേട്ടോളാം. എന്നാലും മെഡിറ്റേഷൻ വേറൊരു ലോകത്തെത്തിച്ചു കേട്ടോ. Thank you. സൂപ്പർ, ഒന്നും പറയാനിരിക്കില്ല. അമ്മ പറയുമ്പോഴത്തെ പേടിയൊക്കെ ഉള്ളായിരുന്നു, അമ്മ പൊളിച്ചടുക്കി. സൂപ്പർ. ഞങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് കൂടെ തരണം കേട്ടോ. ഓഫ്ലൈൻ മീറ്റിലൊരു ക്ലാസ് പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായിട്ടും. ആ, താങ്ക് യു. ഓക്കെ, ഓക്കെ സാർ. താങ്ക് യു മാം. ദെൻ ഇനി രാജേഷ് സാറുണ്ട്, കുഞ്ഞായി മാസ്റ്റർ ഉണ്ട്, റോയ് സാറുണ്ട്, ഓമന ടീച്ചറുണ്ട്. രാജേഷ് സാർ പറയും. റീപാരന്റിങ് എന്ന ഈ ടോപ്പിക്ക് എന്തായിരിക്കുമെന്ന് ഞാൻ വളരെയധികം ആകാംക്ഷയോടെയാണ് കടന്നു വന്നത്. ഇന്നലെ സലീമ ജോസഫ് മാഡം വളരെ ഭംഗിയായിട്ട് അത് അതിൻ്റെ ക്ലാസ് എടുത്തു. ഇതിനകത്ത് കമ്പിളിക്കണ്ടത്തിലെ കൽപ്പരണികൾ എന്ന പുസ്തകത്തെ റെഫർ ചെയ്തു. കാരണം ആ പുസ്തകത്തിൽ ആ ബാബു ഇബ്രാഹിം ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിലും അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ അനുഭവിച്ചതായ അവഗണനകൾ, അതുപോലെ തന്നെ അവഹേളനങ്ങൾ, അതുപോലെ ആജ്ഞകളൊക്കെയും അനുഭവിച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്ന ഒരു ജീവിത രേഖയാണ് പുസ്തകമെന്ന് അഷ്ടമൂർത്തി എന്ന് പറയുന്ന പ്രസിദ്ധ സാഹിത്യകാരൻ, അദ്ദേഹമാണ് അതിന് ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നത് അമ്മയുടെ വാക്കുകളനുസരിച്ച് കരം പിടിച്ചപ്പോൾ ബാബു തൻ്റെ പിൻഗാമികൾക്ക് വേണ്ടി വെള്ളത്തിലേക്ക് തള്ളിവിട്ട ചങ്ങാടമാണ് ഈ ഓർമ്മ പുസ്തകം. തീർച്ചയായിട്ടും ഇതൊക്കെ ആ ചെറുപ്പത്തിൽ അമ്മയുടെ സ്വാധീനം, ആ പുസ്തകത്തിൽ ഏറ്റവും അധികം സൂചിപ്പിക്കുന്ന അമ്മയുടെ സ്വാധീനമാണ്. അപ്പം തീർച്ചയായിട്ടും പേരൻസിൻ്റെ സ്വാധീനം എത്ര വലുതാണ്, ജീവിത മൂല്യങ്ങളും അതുപോലെ തന്നെ കർമ്മ മേഖലകളൊക്കെയും പിടിച്ചെടുക്കാൻ വേണ്ടി അമ്മയാണ് പ്രധാനമായിട്ടും ഈ ബാബു ഇബ്രാഹിമിനെ സഹായിച്ചതെന്ന് നമ്മൾ ഇതിനകത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ പിൻഗാമികൾക്ക് വേണ്ടി ആ വെള്ളത്തിലേക്ക് തള്ളിവിട്ട ചങ്ങാടമാണ് ഈ ഓർമ്മ പുസ്തകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ നമ്മളെല്ലാവരും വായിക്കേണ്ടതാണ്. ഇത് മുഴുവൻ വായിച്ചിട്ടില്ല, തീർച്ചയായിട്ടും ഇത് വായിക്കേണ്ട പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ മാതൃഭൂമി ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് തിരുവല്ലയിലുള്ള ബുക്ക് സ്റ്റോറിലൊക്കെ, തിരുവല്ലയിലെ ബുക്ക് സ്റ്റോറിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അദ്ദേഹം പഠിച്ചത് ചങ്ങനാശ്ശേരി SB കോളേജിലാണ്. കാരണം SB കോളേജ് ഞാൻ പഠിച്ച കോളേജ് ആയതുകൊണ്ട് പറയുകയാണ്. അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് ആയതുകൊണ്ടാണ് അവിടെ തന്നെ പഠിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അതായത് നമ്മുടെ എന്നാൽ അവിടെയുള്ള അച്ഛനോ അല്ലെങ്കിൽ മെത്രാനോ അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്തില്ല. അന്നേരം ഒരു മാർത്തോമായിലെ മെത്രാനാണ് അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്തത്, അങ്ങോട്ട് അയച്ചതെന്നൊക്കെ ഇവിടെ അതിനകത്ത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയിൽ കൂടി ഇത്രയൊക്കെ അവഗണനകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഉന്നതങ്ങളിലെത്താൻ സാധിച്ചു. ഇപ്പോൾ അദ്ദേഹം ജർമ്മനിയിലുള്ളതായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായിട്ട്, അതായത് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു സാബു സാർ.
താങ്ക് യു രാജ് സാർ. ഓക്കെ, ദെൻ അമന ടീച്ചർ, റോയ് സാർ. അമന ടീച്ചർ. താങ്ക് യു സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. റീപാരന്റിങ് മാഡം സബ്ജക്റ്റ് കൊണ്ട് വന്നേച്ച് കമ്പളിക്കണ്ടത്തെ വക്കുപൊട്ടിയ കൽഭരണിയായിട്ട് വന്നത് ഒത്തിരി നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പം ഈ പേരൻസിന്റെ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ സാഹചര്യം ഒരു വീട്ടിൽ എല്ലാ പിള്ളേർക്കും ഒരുപോലെ ആണെങ്കിലും എല്ലാ പിള്ളേർക്കും ഒരുപോലെ അല്ല ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട്. റീപാരന്റിങ് എന്ന് പറയുമ്പം നമ്മൾ തന്നെ ആ കുട്ടികളെ, പഴയ കുട്ടിയെ പാരന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണെന്ന് ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ മാഡം അത് പറഞ്ഞു തന്നു. വളരെ സ്പഷ്ടമായി ആ ക്ലാസ് നന്നായിട്ട് പോയി. ചെറുപ്പത്തിൽ ലഭിക്കാതെ പോയതോ അല്ലെങ്കിൽ ആവശ്യത്തിന് ലഭിക്കാത്തതോ ആയ പരിചരണം, അംഗീകാരം, സ്നേഹം എല്ലാം നമ്മൾ തനിയെ നമുക്ക് തന്നെ നമ്മിലെ കുട്ടിക്ക് കൊടുക്കുന്നതാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ തന്നെ ഒരു നല്ല പാരന്റ് ആകുക എന്നാണെന്ന് പെട്ടെന്നത് റീപാരന്റിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാകില്ല. പക്ഷേ ഈ ക്ലാസ്സോട് കൂടി എല്ലാം അത് കൃത്യമായി മനസ്സിലായി. അപ്പോൾ ട്രോമകളെ മറികടക്കാനും മോശം ഹാബിറ്റുകൾ ഒഴിവാക്കാനും സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ബൗണ്ടറികൾ സ്ഥാപിക്കാനും ഇത് സഹായിക്കും എന്നുള്ളത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഇതിനൊരു പോപ്പുലാരിറ്റി കിട്ടേണ്ടതാണ്. കാരണം ഒരുപാട് പേര് അവരവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരവരുടെ ക്യാരക്ടർ ശരിയാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ക്യാരക്ടർ മോശമാണെന്ന് മനസ്സിലാകാതെ ഒരുപാട് പേര് വിഷമിക്കുന്ന ഉണ്ട്. ശരിക്കും എല്ലാവർക്കും ഒന്നും ഇതൊന്നും മനസ്സിലാകില്ല. അവനവനെ പറ്റി പോലും ചിന്തിക്കാത്ത ആളുകളാണ് കൂടുതലും ഉള്ളത്, ഭൂരിപക്ഷം. അതുകൊണ്ട് കുറച്ചും കൂടി ഇതിനൊരു പോപ്പുലാരിറ്റി വേണമെന്നാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ടുള്ള അഭിപ്രായം. താങ്ക് യു മാം. ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. റോയ് സാർ, ഗോകുമാർ സാർ, സരസ്വതി മാം. റോയ് സാർ. റീപാരന്റിങ്ങിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കി തന്ന അലീമ ജോസഫിന് ആദ്യമായി അഭിനന്ദനങ്ങൾ. താങ്ക് യു. സലീമ എന്നാണ് സലീമ എസ് ഇല്ല. ഓക്കെ, താങ്ക് യു. ഈ പാരന്റിങ്ങിലൂടെ ഫോം ചെയ്യുന്ന ചില നെഗറ്റീവ് അനുഭവങ്ങളിലൂടെ രൂപപ്പെടുന്ന സ്വഭാവവിശേഷങ്ങൾ മാറ്റിയെടുക്കാൻ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ ഭംഗിയായി മാഡം അവതരിപ്പിക്കുകയുണ്ടായി. തുടർന്നും മാഡത്തിൻ്റെ സമീപനത്തിലൂടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ആഗ്രഹമുള്ളവർക്ക് അത് നേടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണവും കൂടിയായിരുന്നു സാറിൻ്റെ മാഡത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ശ്രമം ഞാൻ ആദ്യമായിട്ടാണ് ഈ റീപാരന്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മാഡം പറഞ്ഞ ചില ഗൈഡ് ലൈൻസുകൾ വളരെ റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് തന്നെയല്ല, മാഡത്തിൻ്റെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷനും ഒരു ചെറിയ ഗൈഡ് ലൈൻസ് ഇത് പറ്റുമെന്ന് തെളിയിക്കാൻ വേണ്ടി തന്നതായിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, ഗോകുമാർ സാർ ഉണ്ടെങ്കിൽ പറയാം, സരസ്വതി മാം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് സലീമ മാമിലേക്ക് പോകാം. മാമിന്റെ ഒരു റിഫ്ലക്ഷൻ പറഞ്ഞിട്ട് ഓണാണ് പറഞ്ഞു. റീപാരന്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളെപ്പോഴും പേരന്റിങ്ങിനെ കുറിച്ച് പറയും, പക്ഷേ പേരൻസിന് പൂർണ്ണമായ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? കാരണം അപൂർണരായിട്ടുള്ള വ്യക്തികളാണ് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ പേരൻസിന് ആദ്യം ഹീലിംഗ് കിട്ടിയാൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൂടുതൽ ആരോഗ്യകരമായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. ഇത്രയും എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നല്ല വാക്കുകൾക്കും പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. ഈ വലിയ വേളയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന സാബു സാറിനും അതുപോലെ PCTA സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വിവിധ ജില്ലകളിലുള്ള ഭാരവാഹികൾ എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്.
പല പാർട്ടിസിപ്പൻസ്, അതാണ് എനിക്കൊന്ന് 32 പേരായിരുന്നു തോന്നുന്നു അറ്റൻഡ് ചെയ്ത്. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇത്രയും പേരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. പൊതുവെ നമ്മുടെ പേരൻസ് എല്ലാവരും ജഡ്ജിമെന്റലാണ്. അപ്പൊ ഈ ജഡ്ജിമെന്റലാകുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ ജഡ്ജിമെന്റലാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അറിയാം. അപ്പൊ അതിനുള്ള ഒരു പ്രതിവിധിയാണ് റീപാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതുപോലത്തെ വർക്ക്ഷോപ്പുകൾ മാമിന്റെ ഭാഗത്തുനിന്ന് ഇനിയും NLP-യുമായി ബന്ധിച്ച് ഇഷ്ടംപോലെ തെറാപ്പികൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാമല്ലോ അല്ലെ? ഇഷ്ടംപോലെ തെറാപ്പികൾ ഉണ്ടല്ലോ NLP. NLP ധാരാളം തെറാപ്പീസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ട് ധാരാളം തെറാപ്പീസ് ഉണ്ട്. എല്ലാം മനുഷ്യനെ നന്നാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പേരൻസിനെ നന്നാക്കും എന്ന് ഉറപ്പാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഇതുപോലത്തെ ക്ലാസ്സുകളിലേക്ക് പോകാം. നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ തീർച്ചയായിട്ടും കോട്ടയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ. സോ ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഷെയർ ചെയ്യാൻ പറയാനില്ലെങ്കിൽ നമുക്ക് വേണ്ടി. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.